യമനിൽ മലയാളി നഴ്സ് നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കേസിൽ യമൻ പ്രസിഡന്റ് റാഷിദ് അൽ അലിമി വധശിക്ഷ അംഗീകരിച്ചിട്ടില്ലെന്ന് യമൻ എംബസി അറിയിച്ചു. എന്നാൽ വധശിക്ഷ അംഗീകരിച്ചത് ഹൂതി സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ നേതാവ് മെഹ്ദി അൽ മഷാദാണ്. നിമിഷപ്രിയയെ പ്രതിയായ കുറ്റകൃത്യം നടന്നത് ഹൂതി നിയന്ത്രണത്തിലുള്ള വടക്കൻ യമനിലാണ്. ഹൂതി വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന ഇറാൻ ചർച്ചകളിൽ ഇടപെടാമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, തീർച്ചയായും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ റഷാദ് അൽ അലിമി, അതായത് യമനിലെ വ്യവസ്ഥാപിത സംവിധാനത്തിന്റെ പ്രസിഡന്റ് ഈ വധശിക്ഷ അംഗീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. നേരത്തെ യമൻ പ്രസിഡന്റ് അംഗീകരിച്ചു എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വന്നത്. എന്നാൽ യമൻ പ്രസിഡന്റ് അല്ല, നമുക്കറിയാവുന്നതാണ്, ഹൂതി വിമതർക്ക് ശക്തരായ മേഖലകളിലാണ് ഈ ആക്രമണ സംഭവം നടന്നത്. ആ ആക്രമണ സംഭവം നടന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ യുവാവ് കൊല്ലപ്പെടുകയും നിമിഷപ്രിയ ജയിലിലാവുകയും ചെയ്തു. ആ ജയിലും ഉള്ളത് യമനിലെ ഹൂതി വിമതർ നിയന്ത്രിക്കുന്ന ഒരു പ്രദേശത്താണ്. അതുകൊണ്ട് തന്നെ ഹൂതി വിമതരുമായുള്ള ഒരു ചർച്ചകളാണ് ഇതിൽ കാര്യമായി നടക്കേണ്ടത്. ഹൂതിയുടെ പൊളിറ്റിക്കൽ കൗൺസിലാണ് ഇത്തരത്തിലൊരു നീക്കം, അല്ലെങ്കിൽ ഹൂതി വിമതരുടെ പൊളിറ്റിക്കൽ കൗൺസിലിന്റെ ഭാഗത്ത് നിന്നാണ് വധശിക്ഷ അംഗീകരിക്കുന്ന ഒരു നീക്കം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വ്യവസ്ഥാപിത സർക്കാരിനെ, അതായത് റഷാദ് അൽ അലിമിയുടെ നേതൃത്വത്തിലുള്ള യമനിലെ വ്യവസ്ഥാപിത സർക്കാരിന് ഇക്കാര്യത്തിൽ നേരിട്ടിടപെടാനുള്ള ഒരു സാധ്യതയില്ല. രണ്ട് ദിശയിൽ സഞ്ചരിക്കുന്ന സംവിധാനങ്ങളായതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ യമൻ വ്യവസ്ഥാപിത സർക്കാരുമായുള്ള നയതന്ത്രത്തിന്റെ സാധ്യതകളും ഉടൻ തന്നെ ശക്തമായി നടത്താൻ സാധ്യമല്ലാത്തൊരു അവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ ഇടപെടൽ സാധ്യമാകുന്നത്. നമുക്കറിയാവുന്നതാണ്, ഹൂതി വിമതരെ കൃത്യമായും നിയന്ത്രിക്കാനും അവരെ സ്വാധീനിക്കാനും സാധിക്കുന്ന ഒരു സംവിധാനം ഇറാൻ ഗവൺമെന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭാരതവുമായി മികച്ച ബന്ധം പുലർത്തുന്ന ഇറാൻ ഈ വിഷയത്തിൽ ഇടപെടാമെന്ന ഒരു വാഗ്ദാനം നേരത്തെ തന്നെ നൽകിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇവരുടെ മോചനം സാധ്യമാക്കുന്നതിനുള്ള സാധ്യത കൂടുതൽ തെളിയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വ്യവസ്ഥാപിത സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഭാരതത്തിന്റെ പൗരനായ നിമിഷപ്രിയയെ രക്ഷിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്താനുള്ള അനുകൂല സാഹചര്യമാണുള്ളത്. ഇനി ഹൂതി വിമതരുടെ ഭാഗത്തു നിന്നും ഒരു നിലപാട് കൂടി ഉണ്ടായാൽ നിമിഷപ്രിയയുടെ മോചനം വരെ സാധ്യമാകാനുള്ള സാധ്യതകൾ വളരെയധികം തുറന്നു കിടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനായുള്ള ചർച്ചകൾ ഇറാൻ സർക്കാരുമായി ഈ മീഡിയേഷൻ ചർച്ചകൾ നടത്തുന്നതിനുള്ള നീക്കങ്ങൾക്ക് ഭാരതത്തിന് ഒരു അവസരം തുറന്നു കിട്ടിയിരിക്കുന്നു എന്നതാണ് ഏറെ ഗൗരവമുള്ള ഒരു കാര്യം. തീർച്ചയായും നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാനുള്ള വഴികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഏത് തരത്തിലും സഹായിക്കാൻ തയ്യാറാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത ആ വേളയിൽ തന്നെ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഭാരത സർക്കാർ ഇറാനുമായി സഹകരിച്ച് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുന്നതിനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ അത് പ്രതീക്ഷയുള്ള ഒരു കാര്യമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. വിഷ്ണു, ശരി, ഐസൺ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.